ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലിന്റെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്യാരറ്റ് പായസത്തിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 2 മീഡിയം വലുപ്പമുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ചെറിയ ഒരു ഹോളുള്ള ഇതിൽ കൂടി വേണം നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ടിയിലും വണ്ണത്തിലും വേണ്ട, നല്ല കനം കുറച്ച് ചെറുതാക്കി എടുക്കണം, അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കണ്ടോ, ഇതേപോലെ വളരെ കനം കുറച്ച് ചെറുതായിട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് രണ്ടും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകൾ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി പായസമാണ്. ഇതിലേക്ക് ഒരു ചേരുവ നമ്മൾ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ ക്യാരറ്റ് പായസത്തെ സ്പെഷ്യൽ ആക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് കേട്ടോ. അപ്പം ഞാൻ ഗ്രേറ്റ് ചെയ്തത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു 1.5 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ. 1.5 ടീസ്പൂൺ നെയ്യ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ നെയ്യൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഈ രീതിയിൽ പായസം തയ്യാറാക്കണം നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കുക്കാകുകയും ചെയ്യും. ഈ നെയ്യ് ക്യാരറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 4 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. പഞ്ചസാര ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക. ഇത്ര നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് പാത്രം നല്ല ചൂടുണ്ട്. അപ്പം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടണം. ഒരു 5 മിനിറ്റോളം ഞാനിത് പഞ്ചസാരയും ഈ ക്യാരറ്റും കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വന്ന് ക്യാരറ്റിലേക്ക് ആ മധുരമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് നന്നായി വലിച്ച് കുടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ലിറ്റർ പാലാണ്. 2 ക്യാരറ്റ് എടുക്കുമ്പോൾ 1/2 ലിറ്റർ പാലാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാല് ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ തിളപ്പിക്കാത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചവ്വരിയാണ് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ ചവ്വരി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഞാൻ നല്ല കനം കുറഞ്ഞ ചവ്വരിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. വലിയ ചവ്വരിയല്ല, ചെറിയ ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. സാബുനരി ചവ്വരി, സാഗോ റൈസ് എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മധുരത്തിന് വ്യത്യാസം വരുത്താം കേട്ടോ. കണ്ടോ, ഞാൻ എടുത്തിട്ടുള്ള ചവ്വരി ഇതാണ് കേട്ടോ. നല്ല കുഞ്ഞു മണിമണി പോലത്തെ ചെറുതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുതാണ് കയ്യിലുള്ളതെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു 4 ടേബിൾ സ്പൂൺ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1/4 കപ്പ് കാഷ്നട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കാഷ്നട്ട്, ബദാം, പിസ്ത ഇതെല്ലാം 3 കൂടി ഒരുമിച്ച് പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് കാഷ്നട്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് 1/4 കപ്പ് കാഷ്നട്ട് കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. പൊടിച്ച് ഫൈനാക്കി എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഫൈനായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാൻ ഇടയിലൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണമെന്ന് കരുതിയിട്ട് ഒന്ന് ചെറുതായിട്ട് തരികളൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെയാണ് എടുത്തത്. നിങ്ങൾക്ക് ഫൈൻ പൗഡർ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. ഇടയിൽ കടിക്കാൻ കുറച്ച് തരി വേണമെങ്കിൽ കുറച്ച് തരിയോടുകൂടി പൊടിച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ലോ ഫ്ലെയിമിൽ, ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാല് തിളപ്പിച്ചെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റുമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ് പാലിൽ കിടന്ന് വെന്ത് വന്നതിൻ്റെ ആ മഞ്ഞ കളർ കാണുന്നത് ക്യാരറ്റിൻ്റെ കളറാണ് കേട്ടോ. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ അതെനിക്ക് അത്യാവശ്യം നല്ല ജലദോഷമുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ജലദോഷമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ചേർത്തത്. അതിനുശേഷം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കാഷ്നട്ടൊന്ന് പൊടിച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി കാഷ്നട്ട് ചേർത്ത വഴിക്ക് അവിടെ കിടന്ന് കട്ടയാകണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ഒരു പ്രാവശ്യമെങ്കിലും റെഡിയാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഞാൻ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. കാഷ്നട്ട് ചേർത്തിട്ട്
ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു 1.5 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ കാഷ്നട്ട് ചേർത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാഷ്നട്ട് മാത്രമല്ല, ഇതിലേക്ക് ബദാം പിസ്തയൊക്കെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി കൂടുകയുള്ളൂ. ഇനി ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും എണ്ണയിലൊന്നും വറുത്ത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ക്യാരറ്റിൻ്റെതാണ് ആ ഒരു മഞ്ഞ കളറ് മുകളിൽ കാണുന്നത്. അപ്പോൾ അത് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നപ്പം കുറച്ചും കൂടി കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു രീതിയിലാണ് പായസം കിട്ടുക. അപ്പോൾ വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ക്യാരറ്റ് പായസമാണ്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരാം. എല്ലാവർക്കും നന്ദി.